യൂറോപ്യൻ പ്രതിനിധികളുമായുള്ള നിർണായക നയതന്ത്ര കൂടിക്കാഴ്ചകൾക്കപ്പുറവും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് അറുതിയില്ല. 9ാം ദിനവും ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണങ്ങൾ തുടരുകയാണ്. ടെൽ അവീവ് ഉൾപ്പെടുന്ന മധ്യ ഇസ്രയേലിലും വെസ്റ്റ് ബാങ്കിലും പുലർച്ചെ അപായ സൈറണുകൾ മുഴങ്ങി. ഇറാനിലെ മിസൈൽ സംഭരണ വിക്ഷേപണ കേന്ദ്രങ്ങൾക്ക് നേരെ പുതിയ ആക്രമണ പരമ്പര ആരംഭിച്ചതായി ഇസ്രയേലി സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ വീണ്ടും ഇസ്രയേലി ആക്രമണമുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇസ്രയേൽ ആക്രമണം നിർത്താതെ ആണവ കരാറിൽ ചർച്ചയ്ക്കില്ലെന്ന നിലപാടാണ് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ യൂറോപ്യൻ മന്ത്രിമാരുമായി നടന്ന ചർച്ചയിൽ ഇറാൻ സ്വീകരിച്ചത്. UK, ഫ്രാൻസ്, ജർമ്മനി രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് നിലപാട് വ്യക്തമാക്കിയത്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമം തുടരുമെന്ന് ഈ 3 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കി. അതേസമയം ജനീവയിലെ ചർച്ചകളിൽ ഗുണം കാണില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ യുഎസുമായി ചർച്ച നടത്താനാണ് താൽപര്യപ്പെടുന്നതെന്നും ട്രംപ് അവകാശപ്പെട്ടു. Iran doesn't want to speak to Europe. They want to speak to us. Europe is not going to be able to help in this. സംഘർഷം 9ാം ദിനത്തിലെത്തുമ്പോൾ ഇറാനിൽ ഇതുവരെ 224 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സർക്കാർ അറിയിച്ചു. മരണസംഖ്യ 639ലേക്ക് ഉയർന്നതായാണ് വെള്ളിയാഴ്ച HRANA എന്ന മനുഷ്യാവകാശ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലിൽ 24 മരണസംഖ്യ. ഹെഫയിൽ ഇന്നലെയുണ്ടായ വ്യോമാക്രമണത്തിൽ ഒരു സ്ത്രീ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലിന്റെ നെവാറ്റിം, അൽസരിം സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ സാൽവോ മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാനിയൻ ന്യൂസ് ഏജൻസി അവകാശപ്പെട്ടു. ഇതിന്റെ തുടർച്ചയായി ടെൽ അവീവ് ഉൾപ്പെടുന്ന മധ്യ ഇസ്രയേലിലും വെസ്റ്റ് ബാങ്കിലും ഇന്ന് പുലർച്ചെ അപായ സൈറണുകൾ മുഴങ്ങി. തിരിച്ചടിയുടെ ഭാഗമായി ഇറാനിലെ മിസൈൽ സംഭരണ വിക്ഷേപണ കേന്ദ്രങ്ങൾക്ക് നേരെ പുതിയ ആക്രമണ പരമ്പര ആരംഭിച്ചതായി ഇസ്രയേലി സൈന്യം അറിയിച്ചു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഡ്രോൺ സംഭരണ കേന്ദ്രം ആക്രമിച്ചതായും IRGCയുടെ ഇന്റലിജൻസ് മേധാവിയെ വധിച്ചെന്നും IDF അവകാശപ്പെടുന്നു. ഇറാന്റെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ഇസ്രയേൽ വീണ്ടും ആക്രമിച്ചതായാണ് റിപ്പോർട്ട്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് ഇസ്രയേലിന് UN ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇസ്രയേൽ ആക്രമണത്തിന് വലിയ കേടുപാടുകളുണ്ടായ ഇറാനിലെ നതാൻസ് ആണവ കേന്ദ്രത്തിൽ IAEA ആണവ വികിരണ ഭീഷണി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.